സോ നമ്മൾ സിനിമയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് കൂടത്തിൽ തന്നെ നമ്മൾ പറയാണ് ഫിലിം മേക്കിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ഫിലിം മേക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് ഇതിപ്പോൾ ഒരുപാട് വീഡിയോസും എവിടുന്ന് എങ്ങോട്ട് പോകണം ആ ലൈൻസ് ഒക്കെ കണ്ടുപിടിക്കാനും അറിയാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു കരിക്കുലം പോലെ ഒരു ഓർഡറിൽ ഇതൊക്കെ വളരെ ക്ലീൻ ആയിട്ട് പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതെ. അപ്പോൾ അതിന് നമ്മുടെ ദേവസ്വം ബോർഡ് കോളേജ് കീഴൂർ കോട്ടയം അവിടെ BA മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. സോ അതിന് പോകാൻ താല്പര്യമുള്ള +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി ചെയ്യാൻ നിൽക്കുന്ന മറ്റൊരു ഡിഗ്രി എഞ്ചിനീയറിംഗ് നല്ലൊരു ബേസ് ആയിരിക്കും. അതെ, ഫിലിം മേക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കോഴ്സാണിത്. അതിന് മുമ്പ് അവരിപ്പോൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ലൈൻ ഓഫ് പരിപാടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനാദ്യം പോയി ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കോഴ്സ് എടുക്കണോ വേണമെന്നുള്ള തീരുമാനം എടുക്കാം. സോ നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡിസ്ക്ലോഷർ ഡേയുടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. സിനിമ FDFS ഞാൻ കണ്ടിരുന്നു. പുള്ളി ശനിയാഴ്ച പടം കണ്ടതാണ്. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്, സ്വാഭാവികം. ഡേവിഡ് കോപ്പ് എന്ന് പറഞ്ഞ സ്പിൽബർഗിൻ്റെ ഒരു ഫേവറേറ്റ് റൈറ്ററാണ്. ഈ പടത്തിൻ്റെയും റൈറ്റർ ജുറാസിക് പാർക്ക് എഴുതിയ ആളാണ്. സോ അങ്ങനെ വലിയ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. അതെ, അത് എസ്പെഷ്യലി സ്പിൽബർഗ് ഈ പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ജോണറാണ് ഈ ഈ ഏലിയൻ പടമല്ലേ. ഈ ഏലിയൻ അല്ലെ ആ എലമെന്റിന് ബേസ് ചെയ്തിട്ടുള്ള പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പുതിയ സിനിമയായിട്ട് വരുന്നതാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വലിയ പടം എന്നുള്ളൊരു മൂഡ് അപ്പോഴും ഇല്ലായിരുന്നു. സോ സിനിമയെ നമ്മൾ സമീപിക്കാൻ ഫസ്റ്റ് ഡേ തന്നെ ചെല്ലുന്നു. ഞാൻ ആ ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ എന്നാലും അതിങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പോയി കണ്ടു. എനിക്ക് പടം തുടങ്ങിയ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്പിൽബർഗ് പടം തിയേറ്ററിൽ കാണുന്നത്. കാര്യം നമ്മൾ ഇതിനു മുമ്പുള്ള സ്പിൽബർഗ് പടങ്ങളെല്ലാം തന്നെ നമ്മളല്ലാതെ കണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഒരു തിയേറ്ററിൽ പോയി ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പിൽബർഗ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിൽബർഗിൻ്റെ ഒരുപാട് ഫിലിം മേക്കിംഗ് സ്റ്റൈലൊക്കെ നമ്മൾ ലേൺ ചെയ്യാൻ പുള്ളിയുടെ പടങ്ങൾ കണ്ട് ലേൺ ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പടത്തിനപ്പുറത്തേക്ക് ഞാൻ ഈ ഓരോ സീനും എങ്ങനെയാണ് പുള്ളി എടുത്തിരിക്കുന്നത്, സ്റ്റേജിങ്, ബ്ലോക്കിങ്, ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആ മൂഡിലാണ് ഞാൻ ഈ പടത്തെ മൊത്തം സമീപിച്ചിരിക്കുന്നത്. എനിക്ക് പടത്തിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഞാനിത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഓരോ സീനും ഓരോ ഷോട്ടും കാണുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് ഈ സീനിൽ എത്ര സെറ്റപ്പ് ഉണ്ട്, എത്ര സെറ്റപ്പിലാണ് ഈ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. കാര്യം നമ്മൾ എവരി ഫ്രെയിം ഓഫ് പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലില്ലേ, അവർ ആക്ച്വലി നമ്മുടെ സ്പിൽബർഗിൻ്റെ ഫിലിം മേക്കിങ്ങിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്പിൽബർഗ് വണ്ണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഒരു സീൻ നമ്മൾ മൾട്ടിപ്പിൾ ഷോട്ട്സ് ആയിട്ട് എഴുതി അതിൽ ഈ 7-8 ഷോട്ട് ഉള്ളതിനെ പുള്ളിക്ക് ഒറ്റ ഷോട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷോട്ടിൽ തന്നെ പുള്ളി അത് ഒറ്റ ഷോട്ടായിട്ടാണ് എടുത്താലും അതിനിടയ്ക്ക് എഡിറ്റ് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ ആൾക്കാരുടെ ഡയലോഗിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കട്ടോ റിയാക്ഷനോ കാര്യങ്ങളോ ഒക്കെ എക്സ്ട്രാ കട്ട് ഉണ്ടെങ്കിലും ആ ഒരു സീൻ കവറേജ് ചെയ്യാൻ പുള്ളിയുടെ ടെക്നിക്ക് ഭയങ്കര രസമാണ്. ഇത് ഞാൻ ഈ പടത്തിലും ശ്രദ്ധിച്ച് ഇങ്ങനെ കണ്ട് അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് പടം കണ്ടുപോയി. എനിക്കിതൊരു ഓക്കെ പടമായിരുന്നു. ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. എനിക്ക് സിനിമയുടെ ഈ സിനിമ എനിക്ക് ഒരുപാട് വലിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ലാഗാവുമോ എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനിത് ഫുള്ള് കണ്ടു തീർത്തു. പക്ഷെ ഒരു ഗംഭീര പടം ഭയങ്കര ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള അതിനില്ല. ഒരു ഭയങ്കര ഹൈ മൊമെൻ്റ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ആ ക്ലാസിക് ഫിലിം മേക്കിങ്ങിൻ്റെ പരിപാടികൾ കുറച്ച് കാണാൻ പറ്റുന്നൊരു പടം എന്നൊഴിച്ചാൽ ഒരു ഓക്കെ സിനിമയായിരുന്നു. പിന്നെ അവസാനത്തേക്ക് എത്തുമ്പോൾ പടത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാ ഇൻഫർമേഷനും തരുന്നില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ഓപ്പൺ എൻഡിങ് ലൈനാണ് നിർത്തുന്നത്. ലിസൺ എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ എന്നോട് പടം കണ്ട 1-2 പേര് ഇത് എന്താണ് എൻ്റെ ഉദ്ദേശിച്ചത്, അവസാനം എന്താ അങ്ങനെ നിർത്തിയത്, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. ഈ ചില പടങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ലെയേർഡ് നെറേറ്റീവ് എന്ന് പറയത്തില്ല, അതൊരു പടത്തിന് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ റൈറ്റിങ്ങിൽ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുകളിലായിരിക്കും ഇതിൻ്റെ പെറിഫറൽ, മറ്റേ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കഥ ഏറ്റവും മുകളിൽ കിടക്കും. അതിൻ്റെ കീഴിൽ ഇതല്ല ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞൊരു ലെയർ കാണും. പിന്നെ അതിൻ്റെ ഇമോഷണൽ ലെയർ, പിന്നെ ഡയറക്ടറിൻ്റെ പേഴ്സണൽ ലെയർ എന്നൊക്കെ കുറേ സാധനം കാണും. ഇതൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്ന ഓഡിയൻസിന് കിട്ടത്തക്ക രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും. കിട്ടിയാൽ നമ്മൾ സൂപ്പർ ഹാപ്പി.
നമ്മൾ ഒബ്സഷൻ്റെ ഇതിനകത്ത് പറഞ്ഞു, അതിനകത്ത് വേറൊരു ലെയർ ഉണ്ട്. അത് കിട്ടാത്തവർക്ക് ഇതൊരു സാധാരണ സിനിമ. ചിലര് ഒരു ഹൊറപ്പടം പ്രതീക്ഷിച്ചില്ലല്ലോ, എന്താണ് ഇതിനകത്ത് പേടിക്കാൻ എന്ന് ചോദിക്കുന്ന സമയം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ലെയർ തുടക്കം തൊട്ട് കിട്ടിയവർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും അതിൻ്റെ ഓരോ സാധനവും. എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ലെയർ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഡെൻസാണ്. പക്ഷേ അത് പുറത്ത് കൊണ്ടുവരത്തക്ക ഒരു ഇൻട്രസ്റ്റിംഗ് ലെയർ അല്ല ഇതിൻ്റെ പുറത്ത് വളരെ ജനറിക് ആയിട്ടുള്ള, ചില സമയത്ത് കുറച്ചധികം ബോറിംഗ് ആയിട്ടുള്ളതും കുറേ സീനുകളും പരിപാടികളും ഇതിൻ്റെ മേളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പടത്തിനങ്ങോട്ട്, പക്ഷേ ഗംഭീര പടമാവാത്തതും പറഞ്ഞ പോലെ ഒരുപാട് പേര് സ്പീൽബർഗിന്റെ ഇതൊരു പഴയ ഒരു വലിയ സുഖമില്ലാത്ത പടം എന്ന് പറഞ്ഞ ഒരുപാട് പേര് റിവ്യൂ വരുന്നതിന് കാരണം അതാണെന്ന് തോന്നുന്നു. സ്പീൽബർഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചില പടങ്ങളുണ്ട് ഇത് ഗംഭീര പടം, ഇത് ആര് ഡയറക്ട് ചെയ്ത് നോക്കുമ്പോൾ സ്പീൽബർഗാണ്, പിന്നെ സ്വാഭാവികം എന്ന് പറയുന്ന സ്പീൽബർഗ് പടങ്ങളുണ്ട്. ചില പടങ്ങൾ നല്ല പടമാണല്ലോ, ഇതാര് ഡയറക്ട് ചെയ്ത, സ്പീൽബർഗ് ആണോ. ചില പടങ്ങൾ ഇതെന്ത് പടം, ഇതേത് സ്പീൽബർഗ് ഡയറക്ട് എല്ലാത്തിലും പുള്ളി വരുന്നുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നൊരു പടമാണ്. പക്ഷെ ഇതിന്റെ ഈ പടം വേറെ ആര് ഡയറക്ട് ചെയ്താലും അമ്പേ പരാജയ പടം ആവേണ്ടതാണ്. പക്ഷെ പുള്ളി ഇത് ഡയറക്ട് ചെയ്ത്, അതെ, അതായത് ഒരു ആവറേജ് സ്ക്രീൻ പ്ലേ പുള്ളി ഒരു ഡയറക്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ ഒരു ബെറ്റർ പ്രോഡക്റ്റ് ആയിട്ട് അവതരിപ്പിക്കും. അതെ, ഇപ്പൊ ഈ ഡേവിഡ് കെപ്പിന്റെ കാര്യം എടുത്താല് പുള്ളി കുറച്ചധികം റിസർച്ച് ചെയ്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. അതായത് ഒരു 2 മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള സാധനമുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് പ്രോപ്പറായിട്ട് അടക്കി വെക്കാൻ പറ്റില്ല. ഇതൊരു, അതായത് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷെ ഇതെനിക്ക് എല്ലാം കൂടെ ഞാൻ എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതെ, ഇത് മറ്റേ ഡോക്യുമെന്ററിക്കുള്ള സാധനമുണ്ട്. പക്ഷെ ഇത് നമ്മളിത് ഫിലിം ഫോർമാറ്റിലേക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ട് ചേർത്തിട്ടില്ല. ഒരു വളരെ ജനറിക് പരിപാടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറെ സാധനം പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതിൽ ഉപരി ഒരു ഇൻട്രസ്റ്റ് ഈ പടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മേളത്തെ ലെയർ മാത്രം കാണുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഇത് വളരെ ഡിസപ്പോയിന്റിങ് സ്പീൽബർഗോട് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന സ്പീൽബർഗോടാണ്. അപ്പോൾ സ്പീൽബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഉദയണ താരത്തിൽ പറയുന്ന പോലെ നമ്മളിങ്ങനെ മറ്റേ ഫോട്ടോ വെച്ചിരിക്കുന്ന കൂട്ടത്തിലൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ ഫിലിം മേക്കിംഗ് കാണാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന, നമ്മളെ സംബന്ധിച്ച് അതായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എലമെന്റ്. സ്പീൽബർഗ്, ഞാൻ സ്പീൽബർഗ് പടങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് മിസ്സായി പോയത്, എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്ക് റീ റിലീസ് ചെയ്ത് 4K, അത് എനിക്ക് മിസ്സായതായിട്ട് ഭയങ്കരമായിട്ട്. റിലീസ് എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണണമെന്നുണ്ട്. മറ്റേ എല്ലാം ഒരുപാട് കണ്ട പടങ്ങളാണ് പുള്ളിയുടെ മെജോറിറ്റി പടങ്ങൾ. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ജുറാസിക് പാർക്ക് കാണാന്നുള്ളത് ഞാൻ അന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഈ സ്പീൽബർഗ് ഡയറക്റ്റ് ചെയ്ത് പല സീനുകൾക്കും ഇല്ലാത്തൊരു എനർജി, സ്ക്രീൻ പ്ലേ ഇല്ലാത്തൊരു എനർജി സ്ക്രീനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡേവിഡ് കെപ്പിനെ നമ്മൾ ഇതിനു മുമ്പ് പുള്ളിയുടെ, നമ്മൾ ആ പടം മൂന്നാമത്തെ ഇംഗ്ലീഷ് വിടാൻ തോന്നി ഡിസ്കഷൻ അടിക്കുന്നത്. നമ്മുടെ ഇത് ജുറാസിക് പാർക്ക് റീവർത്ത് പുള്ളിയാണ് എഴുതിയത്. റീവർത്തിന്റെ സ്ക്രീൻ പ്ലേ കാരണം ഒരു പേടി ഉണ്ടായിരുന്നു. സ്പീൽബർഗ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പടം ചെയ്യുമ്പോഴും പുള്ളിക്ക് ഈ സ്ക്രീൻ പ്ലേ കിട്ടിയതിൽ എനിക്ക് സങ്കടമുണ്ട്. മാത്രമല്ല ഈ സെയിം സബ്ജക്റ്റ് പുള്ളിയുടെ പ്രൈം ടൈമിൽ പുള്ളി ചെയ്തിരുന്നെങ്കിൽ ഇത് നമ്മൾ ഓർക്കാൻ പോകുന്നൊരു പടമാണ്. അതാ പറഞ്ഞത്, ഇത് കുറച്ച് 10 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതിനിപ്പോൾ ഭയങ്കര വലിയൊരു നമുക്ക് മറ്റേ കൾട്ട് പടമായിട്ട് നമ്മൾ 10-15 എനിക്ക് തോന്നുന്നു പുള്ളി കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്യുന്നത് നല്ല പടം, പക്ഷേ സ്പീൽബർഗ് പടമായില്ല എന്നുള്ള ടൈപ്പ് പടങ്ങളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മളെല്ലാം പറഞ്ഞ മറ്റേ ആബ്സല്യൂട്ട് എത്തുന്നില്ല, ബട്ട് നല്ല പടമാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്പീൽബർഗ് ചെയ്യുമ്പോൾ അത് വെറും നല്ല പടമായ പോരാ, അത് ഗംഭീര പടമാണ്. അതാണ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ, അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷന്റെ മേളിലാണെന്ന് തോന്നുന്നു. ഇതിപ്പോ കുറച്ചധികം ഇത് വേറൊരാളാണ് ചെയ്തതെങ്കിൽ നമ്മളിപ്പോ ഇത്രയൊന്നും പറയത്തില്ല, നമ്മൾ കണ്ടിട്ട് ഓക്കെ ഒരു പടം. ഇതേ കേസാണ് എനിക്ക് ജെയിംസ് ക്യാമറന്റെ കാര്യം. ഇവരൊക്കെ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ മൈൻഡ് സെറ്റിൽ വന്ന വ്യത്യാസം സിനിമയിലും നമുക്ക് കാണാൻ പറ്റും. തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ സ്നേഹത്തിന്റെ വഴിയിൽ രക്ഷപ്പെടുത്തുക, എമ്പതി ഉണ്ടാവുക, മനുഷ്യത്വം ഉണ്ടാവുക, ഇതൊക്കെയാണ് സിനിമയിലൂടെ പറയുന്നത്. അതെ, ഇത് പഴയ സ്പീൽബർഗ് ആയിരുന്നെങ്കിൽ ഇത് കുറെ കൂടെ ഓർഗാനിക്കലി പറഞ്ഞാണ്. ഇതിങ്ങനെ നമ്മൾ ക്യാരക്ടേഴ്സ് വന്ന് നേരിട്ട് പറയുകയാണ്. സ്പീൽബർഗിൻ ടച്ച് വന്നത് ആ അവസാനത്തെ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ്. ലിസൺ എന്ന് പറഞ്ഞ് നിർത്തുവാണ്. അതിന്റെ സംഭവം എന്താണെന്ന് നമുക്ക് ഡിസ്കഷനിൽ വരുത്താം. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയത് ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ അത് തന്നെയായിരിക്കും ഭൂരിഭാഗം ഓഡിയൻസിനും വെറുക്കാൻ പോകുന്നത്. അതെന്താണ് പറയാത്തത്? ഞങ്ങൾ റെഡി ആയിട്ടിരുന്ന ഏലിയനൊക്കെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും നിങ്ങൾ നിർത്തിയേച്ച് പോവാണോ? പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ട്രെയിലർ
അത് കാണാതെ പോയാൽ കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റും. കാരണം ട്രെയിലറിലെല്ലാം സ്പീൽബർഗ് തന്നെ വന്ന് ട്രെയിലറിൽ കംപ്ലീറ്റ് സ്പോയിൽ ചെയ്തിട്ട് പോകുന്നുണ്ട്. നേരിട്ട് വന്ന് ഞാൻ സ്പോയിൽ ചെയ്തു, അതെന്താന്ന് മനസ്സിലായില്ല. അതിപ്പോൾ അവരുടെ ഒരു ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ അവരുടെ ട്രെയിലേഴ്സ് വരുമ്പോൾ എല്ലാത്തിനും അറിയാലോ, എല്ലാത്തിനും ടെംപ്ലേറ്റ് ട്രെയിലേഴ്സ് ഉണ്ട്. അല്ല, പക്ഷെ അത് എനിക്ക് അത്ഭുതമായിരുന്നു. സ്പീൽബർഗ് തന്നെ വന്നിട്ട് അതും ഇവരുടെയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ മെയിൻ ഫിലിം മേക്കേഴ്സ് ഉള്ളപ്പം ഇവര് ക്യാമറോണും ഈ പറഞ്ഞ നമ്മുടെ സ്കോർസീസി ഒക്കെ വരുന്നുണ്ട് ട്രെയിലറിനകത്തൊക്കെ. അപ്പോൾ ഇതിന്റെ ട്രെയിലർ വന്ന പോലെ തന്നെ ഇതൊരു ഏലിയൻ സിനിമയാണ്. ബട്ട് പുള്ളിയുടെ പ്രീവിയസ് സിനിമ ഇതിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്ന് പറയുന്നത് മറ്റേ ക്ലോസ് അഡ്വെഞ്ചേഴ്സ് ഓഫ് ദി തേർഡ് കൈൻഡ്, അതല്ലേ? ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദി തേർഡ് കൈൻഡിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ പോലെയാണ്. അതെ അതെ. പക്ഷേ ഇൻ്റലിജൻസ് വൈസ് ഇത് കുറച്ചധികം പിന്നിലാണ്. ഈ റൈറ്റിംഗ് ആണ് നമുക്ക് ത്രൂ ഔട്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ആ പടം മെയിൻ, അതായത് മെയിൻ ലീഡ് അത്ര വർക്കായില്ല. പിന്നെ പുള്ളി പടത്തിൽ നമ്മൾ ആ ക്യാരക്ടറിനെ നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരാളെ പറ്റി. എമിലി ബ്ലണ്ട് വരുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എമിലി ബ്ലണ്ട് ആണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ്. ബാക്കി ഈ പയ്യനെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പുള്ളി ആക്ച്വലി മെയിൻ ഒരു ആക്ടറാണ്. ബട്ട് ഇതിനകത്ത് നമ്മൾ ഈ എമിലി ബ്ലണ്ടിൻ്റെ പോലും ആക്ട്രസിൻ്റെ വാല്യൂ ആ ക്യാരക്ടറിനില്ല. ആ ക്യാരക്ടർ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലേ, അതിനകത്തൊക്കെ ഒരു ഫൺ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അത് എന്തോ വർക്കാവുന്നില്ല. അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് എന്തോ ഒരു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ എമിലി ബ്ലണ്ടിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതും ത്രൂ ഔട്ട് നമ്മൾ കണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ആക്ടറിൻ്റെ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പിന്നെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായി തോന്നിയത് പുള്ളിയുടെ ഗേൾ ഫ്രണ്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പോയിന്റിന് ശേഷം മറ്റേ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഈ പുള്ളിക്കാരി ഒരു ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ക്ലൈമാക്സിലാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് സംഭവിച്ചത് മനസ്സിലായില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിരുന്നു പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറിനെ ഇട്ടതിൻ്റെ റീസണിങ്. അതായത് ഈ പറയുന്ന പോലെ അതിനകത്ത് ഏലിയൻസ് ആണ്, ആരും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഏലിയൻസ് വരുമ്പോൾ ഒരു ചോദ്യമാണ്. പുള്ളിക്കാരത്തി നണ്ണാവാൻ തീരുമാനിച്ചിട്ട് അവിടുന്ന് അത് അതെ വിശ്വാസം ഇല്ലാതായതല്ല, എന്നാലും മനുഷ്യരിലുള്ള വിശ്വാസം ഇല്ലാതായതുകൊണ്ട് ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. അപ്പം ആ ക്യാരക്ടർ ഒരു പോയിന്റ് ചോദിക്കാണ്, ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യൻ മാത്രമാണ്, സുപ്രീം ക്രീച്ചർ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ്. അപ്പം വേറൊരു സുപ്രീം ക്രീച്ചർ ഉണ്ടെന്ന് മനുഷ്യൻ അറിഞ്ഞാൽ ഈ ദൈവം എന്ന കോൺസെപ്റ്റിനെ മറന്ന് അങ്ങോട്ട് ആളുകളുടെ ശ്രദ്ധ പോവോ എന്നുള്ളൊരു സംശയമാണ് പുള്ളിക്കാരത്തേക്ക് തുടക്കം തൊട്ട്. അപ്പോൾ അതിനൊരു കൾമിനേഷൻ ഉണ്ട് അതിന്. അപ്പം സിസ്റ്ററിനോട് ചോദിക്കുമ്പോഴത്തേക്കും മറ്റേ ജനസിന്റെ കഥയും. അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. പക്ഷെ ഇതിന്റെ പ്രസന്റേഷൻ കുറച്ചിങ്ങനെ ടോക്കിയാണ്. അതായത് ഇതിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ വരുന്ന ഈ പല ഐഡിയാസിനെയും പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളുണ്ട്. അതെ. പക്ഷെ ഇതെല്ലാം നമ്മുടെ പടം കണ്ടതിന് ശേഷം മൊബൈൽ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേ ഉള്ളൂ. ഈ പടത്തിൽ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെ ഇങ്ങനെ ബിറ്റ് ബൈ ബിറ്റിനെ കാണിച്ചു കൊടുത്തത്. ഇപ്പൊ നോ എന്ന ക്യാരക്ടറാണ് വില്ലന്റെ പേര്. അപ്പൊ നമ്മൾ ഈ നോയുടെ കഥ നമ്മൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസുകളുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ ഒരു എക്സൈറ്റിംഗ് വേർഷൻ അല്ല നമ്മൾ. അതായത് നോവ, ഹ്യൂഗോ, പിന്നെ മാർഗരറ്റ്, എന്തായിരുന്നു, ഫെയർചൈൽഡ്, പിന്നെ മറ്റേ ഡൗ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാർഡിനൽ എന്ന് പറഞ്ഞൊരു ബേർഡാണ്. കാരണം ഈ സംഭവം റോളായി തുടങ്ങുന്നത് ഈ ബേർഡിന്റെ ഒരു എൻകൗണ്ടർ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ചധികം റെഫറൻസുകളും ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഭവം ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ എമിലി ബ്ലണ്ടിന്റെ ക്യാരക്ടറിന്റെ റൈറ്റിംഗിലാണ് ഉള്ളത്. അത് പുള്ളിക്കാരത്തി ഇത് കണ്ടതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് എല്ലാ ലാംഗ്വേജും സംസാരിക്കാൻ എല്ലാം അറിയാൻ സാധിക്കും. ഒരാളെ കണ്ടപ്പോൾ തന്നെ പുള്ളി നേരിടുന്ന ഏറ്റവും പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ പേഴ്സണൽ ലെവലിൽ മനസ്സിലാക്കി ഒരു സമാധാനിപ്പിക്കുന്ന ലൈനിൽ പുള്ളിയുടെ അടുത്ത് സംസാരിക്കും. ഇപ്പൊ ജീസസ് ഒക്കെ പണ്ട് ചെയ്ത പോലെ ഒരു മെസ്സഞ്ചർ ലൈൻ. ഒരാളെ കാണുമ്പോൾ തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംസാരിക്കാം. അവർ ഞെട്ടിപ്പോകുന്നു എന്നെ പറ്റി. അവർക്ക് തന്നെ അതായത് ഇത് കാണിക്കുന്നത് ഹ്യൂമൻ്റെ ഇങ്ങനെ എക്സ്ട്രീം. അതായത് സോൾജേഴ്സ് വെടിവെക്കാൻ വരുന്ന സോൾജേഴ്സിൻ്റെ അടുത്ത് വരെ തോളത്ത് കൈ വെച്ചിട്ട് ഇന്ന പ്രശ്നം സോൾവ് ആവുമെന്ന് പറയുമ്പോൾ അവർ വഴിമാറി കൊടുക്കുന്ന ലൈൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതോ ഒരു പെർസ്പെക്റ്റീവിൽ ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചൊരു തമാശ ലൈനിൽ തോന്നും, എടാ ഇതെന്താണ് ഇങ്ങനെ പോകുന്നത്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെ എന്താണ് റീസൺ, ഇവരുടെ ക്യാരക്ടർ അങ്ങനെ നമുക്കൊരു വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഇവരെല്ലാവരെയും ഇവരുടെ ഒരു ഡേ ആണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ആ ഡേയിൽ നിന്ന് ഇതിങ്ങനെ പോവാം. രാവിലെ പോകാനൊരുങ്ങിയ സമയത്ത് ഒരു ബേർഡ് വന്ന് നിൽക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ ആവുന്നു എന്നുള്ള സംഭവത്തിൽ നമ്മൾ അവസാനത്തേക്ക് എത്തുമ്പോഴാണ് ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എന്നില്ല,
ഒരു വൺ ലൈനിൽ പറഞ്ഞു നിർത്തുകയാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇവരുടെയൊക്കെ ജോലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് ഈ പുള്ളിക്കാരത്തി ഹാൻഡിൽ ചെയ്യുന്നത് വെതറാണ്. അതായത് നമുക്കൊരു കൺട്രോളും ഇല്ലാത്ത ഒരു എലമെന്റിനെയാണ് പുള്ളിക്കാരത്തി ഹാൻഡിൽ ചെയ്യുന്നത്. പുള്ളിക്കാരി തുടക്കം ഹെയിൽ സ്റ്റോം വരുന്നുണ്ട്, അത് വരുന്നില്ലോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലാണ് ഈ കഥ ഒന്ന് റോളായി തുടങ്ങുമ്പോഴാണ് ഹെയിൽ സ്റ്റോം പെട്ടെന്ന് വീഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികൾ ശ്രദ്ധിച്ചാലുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല അവിടെയൊന്നും. അങ്ങനെയാണ് ഇതിന്റെ റൈറ്റിംഗ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പടത്തിൽ ഇത് വരുമ്പോൾ നമുക്ക് ഹൈ ആണ്. അതെ, അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ സിനിമ കാണാൻ കയറുന്ന ഒരാൾ ഒരു ഏലിയൻ ഇൻവെഷൻ പടമായിരിക്കും എന്നുള്ള ചിന്തയിൽ കയറിയിരിക്കുമ്പോൾ എന്നാൽ ഈ മൊമെന്റ് എവിടെ വരും എന്നുള്ള വെയിറ്റിംഗ് ആയിരിക്കും ഒരു പക്ഷേ. സോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ ഈ പറയുന്ന കഥയൊക്കെ പെട്ടെന്ന് ഏലിയൻസ് വരട്ടെ എന്നുള്ള ലൈനിൽ ഇരുന്നാൽ നമുക്കിതൊക്കെ മിസ്സായിപ്പോ. ഏലിയൻസിനെ അവർ യൂസ് ഈ പറയുന്ന സ്പീൽബർഗിന്റെ എക്സൈറ്റിംഗ് എലമെന്റ് ഈ സബ് ടെക്സ്റ്റ് ആണ്. ഇതിന്റെ മേളിലത്തേത് അവര് ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. ഈ സബ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂത്ത് ഗവൺമെന്റ് ഹൈഡ് ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ട്രൂത്ത് ആവണം എന്നുള്ളതിൽ ഏലിയൻസ് ആയിക്കോട്ടെ എന്നുള്ള ലൈനാണ്. ആ ഏലിയൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇത് ഏലിയൻ പടമേ അല്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, വില്ലേജ് എന്നൊരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു ലവ് സ്റ്റോറിയുടെ പുറത്ത് ഇവരൊരു ക്രീച്ചർ സിനിമ മൗണ്ട് ചെയ്തേക്കുക. അപ്പം നമ്മൾ ഈ ക്രീച്ചർ സിനിമയാണെന്ന് വിചാരിച്ച ആ പടത്തിലിരുന്നാൽ ഇതെന്തോ ലവ് സ്റ്റോറിയെ കാണിച്ചുകൊണ്ടിരിക്കാതെ ക്രീച്ചർ വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലിരുന്നാൽ ഇത് അട്ടർ ഫ്ലോപ്പ് കൂടാം. പക്ഷേ നമ്മളിത് ലവ് സ്റ്റോറി ആയിട്ട് കണ്ടാൽ അതിൻ്റെ കൂടെ ഒരു ക്രീച്ചറും കൂടെ വരുമ്പം ഒരു രസമുള്ള പടം. ഇതും അതുപോലെയാണ്. ഇത് ഏലിയൻ പടമാണെന്നും പറഞ്ഞ് ഇതിനകത്തേക്ക് കയറിയാൽ ഇതിന്റെ സബ് ടെക്സ്റ്റ് വേറെ പരിപാടിയാണ്. ഏലിയൻസ് വരുമ്പോ എടാ ഈ 3 പിള്ളേർ വയ്യാതെ നടന്നു പോകുന്ന ഈ 3 പിള്ളേരാണോ, അതൊക്കെ കൂടെ നന്നാക്കാന്ന ഒരു പരിധി വരെ. അതൊക്കെ അതായത് നമ്മൾ ഇതുവരെ കണ്ട മിക്ക ഏലിയൻ പടങ്ങളിലും ഏലിയൻസ് എന്ന് പറയുന്നത് അവർ വരുന്നു, ഭൂമിയെ നശിപ്പിക്കാൻ വരുന്നു, ഇവര് ചേർത്ത് നിൽക്കുന്നു. അതാണ് നമ്മുടെ ആ ഒരു മെജോറിറ്റി പടങ്ങളിലും നമ്മൾ കണ്ട ശീലം. ആ എലിമെന്റിനെയൊക്കെ കൗണ്ടർ ചെയ്യാനാണ് ഇതിപ്പോ ഡോൺ ഫിയർ വാട്ട് യു ഡോണ്ട് നോ എന്ന് പറഞ്ഞതാണ് അവളുടെ ആ മെസ്സേജ്. അതായത് ഏലിയൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാത്ത ഒരു കൾച്ചർ അല്ലെങ്കിൽ നമുക്കറിയാത്ത മനുഷ്യര് നമുക്കറിയാം. ഇപ്പം ഇതിനകത്ത് വേൾഡ് വാർ നടക്കുന്നത് നോർത്ത് കൊറിയ, റഷ്യ, US ആണെന്ന് തോന്നുന്നു. വേൾഡ് വാറിന്റെ ഞാൻ ഓർക്കുന്നില്ല ഏതൊക്കെ രാജ്യങ്ങൾ. അപ്പം എനിക്കറിയാത്ത, അതിപ്പോൾ നോർത്ത് കൊറിയയിൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഫിയറാണ്. അവരെവിടെ നിന്ന് എന്തോ മിസൈൽ വിടാൻ പോകുന്നു, അതിനു മുമ്പ് നമുക്ക് അങ്ങോട്ട് വിടണം. ആ ഫിയറാണ്. അപ്പം ഡോൺ ഫിയർ വാട്ട് യു ഡോണ്ട് നോ എന്ന മെസ്സേജാണ് എംപത്തി. ഇതൊക്കെ നമുക്ക് ഇത് ആക്ച്വലി നമ്മളിപ്പോ മറ്റേ ജസ്റ്റ് ജോയ് പറയുന്ന അപ്പുറത്തിരിക്കുന്നതിന്റെ ഉള്ളെന്ന് അറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള ആ സാധനം തന്നെ. പുള്ളി പറയുന്നത് അത് സ്പീൽബർഗിന്റെ വേർഷനിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ വാറും ഈ എലമെന്റിനെ എല്ലാത്തിനും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു റൈറ്റ് ടൈം പോലെ, അതായത് ഇപ്പൊ ഈ കഥ പറയാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത് എന്ന് തോന്നുന്ന പോലത്തെ ഒരു. പിന്നെ സ്പീൽബർഗ് ഈ പറയുന്ന ലിബറൽസ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ ട്രംപിന്റെ ഒക്കെ പരിപാടിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ലൈനിൽ വാറല്ല ഇതിനൊന്നുള്ള സൊല്യൂഷൻ എന്നുള്ള സംഭവം. അപ്പൊ അവരെ സംബന്ധിച്ച റൈറ്റ് ടൈമിന് പറയുന്ന ഒരു കഥയാണ്. പക്ഷെ ഇത് സിനിമ ലൈനിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത്ര രസമില്ല. ബട്ട് അല്ല മെസ്സേജിങ്ങും ഈ സബ് ടെക്സ്റ്റും ഒക്കെ ഓക്കെയാണ്. ലൈനിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇതിന്റെ ഫണ്ടമെന്റൽ സംഭവം എന്ന് വെച്ചാൽ ഏലിയൻസ് അവരെ മനസ്സിലാക്കാൻ, ഇതൊക്കെ ഞാൻ പറയുമ്പം ചിലപ്പം ഈ എലമെന്റ് ഒക്കെ ഇതിനകത്തുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ അതായത് ആ എലമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരെ ചൂസ് ചെയ്യുവാണ്. അപ്പൊ എപ്പോഴും രണ്ടുപേരെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ ആദം ഈ നമ്മളിങ്ങനെ ബിബ്ലിക്കൽ റെഫറൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഇതിങ്ങനെ ആദവും യു ആണോ ഡൗട്ട് വരും. നോവയുടെ ഇതാണോ ഹ്യൂഗോ, ഈ ക്യാരക്ടറിന്റെ ഒക്കെ പേരാണ് നമ്മൾ ഇതുമായിട്ട് എന്താണ് ഇതിന്റെ കണക്ഷൻ എന്നുള്ള ലൈനിൽ നമ്മൾ കുറച്ച് ചിന്തിച്ചു പോകും. ബേസിക്കലി ഇത് 2 ജെൻഡേഴ്സ് ആണ്. അത് 2 ഡ്യുവാലിറ്റി, വേറെ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം 2 ജെൻഡേഴ്സ് ആണ്. അപ്പം 2 എക്സ്ട്രീംസിൽ നിൽക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇതിനകത്ത് ഇവർ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വെച്ചിട്ടാണ്. അതായത് ഏലിയൻസിനെ മനസ്സിലാക്കാൻ അവരുടെ ലാംഗ്വേജ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് അറിയാവുന്ന, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് മാത്സ് ആണ് ഇവർ പറയുന്നത്. മാത്സും പാറ്റേൺസും ഒക്കെ ഇംഗ്ലീഷ് പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുത്തനാണ് അവനെ ചൂസ് ചെയ്യുന്നു. അപ്പം ഏലിയൻസ് പറയുന്ന അവന് മനസ്സിലാവുന്നു. പിന്നെ മനുഷ്യരെ മനസ്സിലാക്കാൻ അവളെ ചൂസ് ചെയ്യുന്നു. മനുഷ്യരെ മനസ്സിലാക്കാൻ ഏറ്റവും ഈസിയുള്ള കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ് മറ്റേ എംപത്തി എന്ന് പറഞ്ഞാൽ വേറൊരാൾക്കുണ്ടാവുന്ന ഒരു അനുഭവം അതേപടി എനിക്ക് കിട്ടിയാൽ ചിലപ്പോൾ അയാൾ അതോടൊപ്പം നമ്മൾ ഈ പടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ മെയിൻ ഫീമെയിൽ ലീഡിനെ സെലക്ട് ചെയ്യാനുള്ള റീസൺ എനിക്കറിയില്ല. അത് റീസൺ ആണോ കൺവീനിയൻസ് ആണോ അറിയത്തില്ല. അവൾ ആക്ച്വലി ഒരു ന്യൂസ് റിപ്പോർട്ടർ കൂടെ. അതെ. അപ്പം നമുക്കൊരു ന്യൂസ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ സമയം കേൾക്കുന്ന പോലെ ഒരു കാര്യം അവതരിപ്പിക്കാൻ ന്യൂസ് ചാനലിസ്റ്റിനോ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോ ഒരു പരിധിവരെ ഒരു 80s ഫിലിം എലമെന്റ് ന്യൂസ് അങ്ങനെ സോഷ്യൽ മീഡിയ. അതെ. ഇപ്പം അതൊരു എന്താ പറയുക, സ്പീൽബർഗ് പടത്തിന്റെ അങ്ങനെയും കാണാം. എനിക്കത് കണ്ടോണ്ടെന്ന് അതൊരു കൺവീനിയന്റ് റൈറ്റിംഗ് എന്ന് നമ്മൾ പറയുമല്ലോ. അതായത് ഇതിപ്പോ ഒരു റാൻഡം ഗേൾ ആണെങ്കിൽ അവള് വന്നിട്ട് ഇതിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുമോ ഇല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്യുന്ന പോലെ അല്ല. ഇത് ആക്ച്വലി ഒരു റിപ്പോർട്ടറാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടറിന്റെ
കയ്യിലുള്ള ആയുധം വെച്ച് തന്നെയാണ് ഈ കാര്യം പുറത്തേക്ക് എത്തിക്കുന്നത്. കുറച്ചധികം കൺവീനിയന്റ് റൈറ്റിംഗ് ഉണ്ട്. ലാസ്റ്റ് ആ വില്ലൻ വന്നിട്ട് ചുമ്മാ ഇതിൽ വന്നിട്ട് കസേര എടുത്തിരിക്കാം, കാണിക്കട്ടെ, നശിച്ചു, ഇനി ലോകം നശിച്ചു എന്ന് പറയുന്നത്. വില്ലന്റെ റൈറ്റിങ്ങിനകത്ത് നമുക്ക് മനസ്സിലാകത്തില്ല പുള്ളിയുടെ ആംഗിൾ എന്താണ്. അതായത് ഈ വേറൊരു ലൈനിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏലിയൻസ് ഉണ്ട് എന്നുള്ള ഡേറ്റ നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്. ആ ഡേറ്റ പ്രൂഫോടുകൂടി പുറത്തു പോയാൽ ലോകത്തിന് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്നതൊരു നമ്മുടെ ഈ ഒരു എന്താ ഇപ്പോൾ ഉള്ള സ്ട്രക്ചറിനെ കുറച്ച് ഇതുണ്ടാക്കും എന്നൊക്കെയുള്ള. അപ്പം നമുക്കത് അതത്ര സ്ട്രോങ് വില്ലൻ റൈറ്റിംഗ് അല്ല. വില്ലന്റെ മോട്ടീവ് അതത്ര ക്ലിയർ അല്ല. ഇപ്പം ആരൊക്കെയോ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, അതായത് ഏലിയൻ ടെക് വെച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ വാർഡക്സ് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ഗവൺമെന്റ് പോലും അല്ല. അതെന്തോ നിക്സൺ ഒരിക്കൽ ഒരു സിനിമാക്കാരനെ വിളിച്ച് ഏലിയൻസിനെ കുറിച്ച് കാണിച്ചു, അതുകൊണ്ട് ഗവൺമെന്റിനെ വിശ്വസിക്കാതെ ഇവർ വേറൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. അപ്പം ഗവൺമെന്റിനോട് പോലും റിപ്പോർട്ട് ചെയ്യണ്ട, ഇവർ ഈ ഇൻഫർമേഷൻ ഇവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ കുറച്ച് പരിപാടികൾ, ഈ ഇൻഫർമേഷൻ ഇങ്ങനെ എല്ലാം വീഴുന്നുണ്ട്, പക്ഷെ നമുക്കിത് രസിക്കാൻ പറ്റുന്ന രീതിക്കല്ല വീഴുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന ഈ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു, ഈ കമ്മ്യൂണിക്കേഷൻ. ഒരാളെ ഏലിയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ലാംഗ്വേജ് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ, ട്രാൻസ്ലേറ്റർ പോലെ, മെസ്സഞ്ചേഴ്സ് പോലെ. അപ്പം പണ്ട് ഇതുപോലെ ദൈവം മെസ്സഞ്ചേഴ്സിനെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിന് സമാനമായിട്ടുള്ളത്. അപ്പോൾ അന്ന് യേശു പുള്ളി മെസ്സഞ്ചർ ആയിട്ടില്ലേ പറയുന്നത്, ഫാദർ മെസ്സഞ്ചർ. ആ ലൈനിൽ ഏലിയൻസ് രണ്ടുപേരെ അയക്കുന്നു. ഈ രണ്ടുപേര് അതിലൊരാൾക്ക് എംപത്തറ്റിക്കലി മനുഷ്യരുമായിട്ട് ആ രണ്ട് ഫിഗേഴ്സായിട്ട് ആ സംഭവമാണ് പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്ന ട്രൂത്ത്, നമ്മുടെ ഗവൺമെൻറ് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന ട്രൂത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ രണ്ട് മെസ്സഞ്ചേഴ്സ്. ഇപ്പം ഈ എംപത്തി എന്ന എലമെൻ്റാണ് പുള്ളി ഈ പടം വഴി മുമ്പോട്ട് വെക്കുന്നത്. എംപത്തറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ വാറുകളൊന്നും ഉണ്ടാവത്തില്ല. അതെ, അതിപ്പം നമ്മൾ മനുഷ്യർ തമ്മിലാണെങ്കിലും ശരി, അത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് ആണെങ്കിലും ശരി, മോനെ എതിരെ നിൽക്കുന്നതിൻ്റെ ഉള്ളറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. ഉള്ളറിഞ്ഞ് അത് അറിഞ്ഞ്, അല്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതല്ല, അവൻ അനുഭവിക്കുന്ന അതേ ഇതിൽ നമ്മൾ അനുഭവിക്കുക, അല്ലെങ്കിൽ അനുഭവിക്കുമ്പം നമുക്ക് തോന്നാം ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാം എന്ന് തോന്നുന്നു, എന്നാലേ അത് പറ്റത്തുള്ളൂ. അതാണ് ഏലിയൻസിനെ കണ്ട് കരയാണ് ആൾക്കാർ. അതെ അതെ. അപ്പം നമുക്ക് ഇതൊന്നും ഇല്ലാത്ത നമ്മളിത് കാണുമ്പോഴേ ഏലിയൻസിനെ കണ്ട എന്ത് കരയാ, നമ്മൾ ഡെയിലി തോക്കെടുത്ത് ഇത് രണ്ട് വെടിവെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന നമ്മുടെ അടുത്താണ് ഏലിയൻസിനെ കണ്ട് കരയുന്നവരെ വിഷ്വൽ കാണിയത്. അപ്പം നമ്മൾ തുടക്കം തന്നെ മറ്റേ ആ ഗേൾ ഫ്രണ്ട് കരയുമ്പോൾ നമ്മൾ ഈ കരയാനും മാത്രം ഒന്നും ഇല്ലല്ലോ. ഞാൻ വെച്ചാൽ അവിടെ കരയുണ്ട്, അവിടെ ഒരു ഷോക്ക് പോലെ. ഇപ്പം ഏലിയൻസ് റിയൽ ആണെന്ന് കാണുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കും അതുകൊണ്ടാണ്. ആ ഷോക്കിന് വരെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യക്കുട്ടിയോട് ഒരാൾ ക്രൂരത കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷനാണ് പുള്ളിക്കാരി. ഇത് വളരെ ഡിസ്റ്റർബിങ് ഷൂട്ട് ചെയ്യാന്നൊക്കെ അവൻ പറയുമ്പോൾ ഇങ്ങനെ ഇത്രയും ഹൈപ്പ് കൊടുത്ത് എന്നിട്ട് കാണിക്കുമ്പോൾ പുള്ളിക്കാരി കരയുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് നമ്മൾ കാണുമ്പോൾ കരയുന്നതിനപ്പുറത്തേക്ക് അത്ര പോരാ, അതുകൊണ്ടാണ് ഒന്നുകൂടെ അത് VFX പടത്തിൽ ഈ മറ്റേ ഒരു ഫോക്സ്, ആ ഡിയർ റെയിൻഡിയർ ഒക്കെ വന്നത്, അതിന്റെ എല്ലാത്തിന്റെയും VFX കുറച്ച് വീക്കാണ്. അതായത് ഫുള്ളി ഒരു കോൺട്രാസ്റ്റ് ഇല്ലാത്തൊരു പോലെ അല്ലേ, ഭയങ്കര ആ പക്ഷി ഉൾപ്പെടെ എല്ലാത്തിന്റെയും അതൊക്കെ നമ്മളെ ബാധിക്കും. ഇപ്പൊ ഇന്ന് സിനിമ ആണ്. അപ്പം അതുകൊണ്ടാണ് ഈ എംപത്തറ്റിക്കലി എങ്ങനെ ഒരാളോട് പെരുമാറാം എന്നതിന്റെ ഉത്തരവാണ് അവസാനം കാണുന്ന ലിസൺ. നമ്മൾ പറയാനുള്ളതിനെ കേൾക്കും. അതാണ് ആ പടത്തിൽ പറയുന്നത്. അവർ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, അങ്ങനല്ല, അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളത് ലിസൺ ചെയ്യും, മറ്റൊരാളെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവും. നമുക്ക് എംപത്തി, കമ്മ്യൂണിക്കേഷൻ, ഈ സംഭവങ്ങളെയൊക്കെയാണ് പടം മുന്നോട്ട് വെക്കുന്നത്. എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എമിലി ബ്ലണ്ടിന്റെ ക്യാരക്ടർ എല്ലാവരുടെ അടുത്ത് നിന്നും അവരോട് പറയുകയാണ്, അവരിത് ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുക. ആ കേട്ടതിന് ശേഷം അവരിവര് ഒന്നും ചെയ്ത് മാറിക്കൊടുക്കുകയാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ എംപത്തറ്റിക്കലി സോൾവ് ചെയ്യാൻ അത് ആദ്യമേ നമ്മളെ കാണിച്ചു തരുന്ന പരിപാടി. ഇതൊക്കെയാണ് പടം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ഇതിൽ നിന്നൊക്കെ ആ സബ് ടെക്സ്റ്റിൽ എത്തി ഇത് പടം കണ്ടാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ അവിടെ എത്തുന്നില്ല, അവിടെ എത്താനുള്ള എലമെന്റ് ഇവ മേളിലില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഈ മേളിലത്തെ ലെയർ പടത്തിന്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലേ ഇതിനകത്ത് ഇതിലൂടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഒരാൾക്ക് ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ആ മേളത്തെ കഥയാണ്. ഇപ്പം നമ്മൾ അടുത്ത ആഴ്ച ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ടീസറിൽ കണ്ടപ്പോഴേ നമുക്കറിയാം ഇതിന്റെ പെറിഫറലി ഒരു പടം ഓടുന്നുണ്ട്, പക്ഷെ അതിലൂടെ വേറൊരു സംഗതിയാണ്, സബ് ടെക്സ്റ്റ് ആണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നമ്മൾ പടം കണ്ടു തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിലും അങ്ങനൊരു സംഭവമുണ്ട്. നമുക്ക് ആ സബ് ടെക്സ്റ്റ്
ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം പടത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് അവർ പറയുന്നു. അവർ പറയുന്നുണ്ട്. എനിക്ക് അത് കുറച്ച് അതെനിക്ക് മനസ്സിലായത്, ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ആർക്കെങ്കിലും ഇരിക്കട്ടെ. ഗംഭീര പടങ്ങളിൽ എപ്പോഴും ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം മറ്റേ ഈ റിലിജ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നതിന് വരെ പടത്തിൽ തന്നെ ഇങ്ങനെ മറ്റേ നേരെ ഫോൺ എടുത്ത് മറ്റേ നണ്ണിനെ വിളിച്ചിട്ട് അതിൻ്റെ ഉത്തരം നേരെ ചോദിക്കുകയാണ്. അപ്പോൾ നണ്ണ് നേരെ പറയുവാണ്, ഇത് ജെനസിസ് പറയുന്നത് ഭൂമിയിലെ കാര്യം മാത്രമാണ്, എക്സ്ട്രാ ടെറസ്ട്രിയലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അവിടെ യൂണിവേഴ്സും ഈ പറഞ്ഞ ക്രിയേറ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെയും കൂടെയാണെന്ന് പറയുന്നത്, എർത്തിന്റെ മാത്രമല്ല എന്നുള്ളത്. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അവരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ടാവും. ഇതിനകത്ത് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ്സിന്റെ കോൺടാക്ട്സും പിന്നെ ഈ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അത് US മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് UFO ക്രാഷ് ലാൻഡിങ്ങിനെ പറ്റിയുള്ള ഒരുപാട് അങ്ങനെ കുറെ സ്റ്റോറീസിന്റെ റെഫറൻസ് ഉണ്ട്. അതിപ്പോ ഓരോന്നോരോന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല, അങ്ങനെ ഒരുപാട് റെഫറൻസ് നമ്മളതെല്ലാം ഇന്റർനെറ്റിൽ നോക്കിയാൽ കിട്ടും നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആ കാണിക്കുന്ന ഓരോ ക്രാഷ് ലാൻഡിങ്ങിന്റെ ആ ഡേറ്റും ടൈമും ഒക്കെ വെക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വെക്കും. അത് വെക്കുമ്പോൾ ആൾക്കാർ പടത്തിൽ ഇത് പറയുന്നുണ്ട്, ഇന്ന ക്രാഷ് ലാൻഡിംഗ് എന്നുള്ളതിനെ പറ്റി പടത്തിൽ ആ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നുണ്ട്. എനിക്കൊന്ന് പടത്തിൽ മറ്റേ അതായത് World War II കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ക്രാഷ് ലാൻഡിങ്, ആദ്യത്തെ ക്രാഷ് ലാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അടുത്ത വേൾഡ് വാറിന് മുമ്പ്. കാരണം ഈ World War II കഴിഞ്ഞപ്പോൾ ഇത് കുറെ ക്രാഷ് ലാൻഡ് ചെയ്ത് ഇവരെയൊക്കെ എടുത്ത് എക്സ്പെരിമെന്റും, അതായത് അങ്ങനെ എലമെന്റും കൊണ്ടല്ലോ. അതായത് ഇവരെ കിട്ടുമ്പോൾ ആദ്യം ഇവരുടെ അടുത്ത് എന്താണ് മോനെ വിശേഷം, നീ എവിടുന്ന് വരുന്നു എന്നല്ല ചോദിക്കുന്നത്, ഇവരെ കെട്ടിയിട്ട് 2 ഇഞ്ചക്ഷൻ എടുക്കുന്നു, ബ്ലഡ് സാമ്പിൾ കിട്ടി. അങ്ങനെയാണ് അത് രണ്ട് മനുഷ്യരെ വേറൊരാളെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് അറിയാത്തൊരു സാധനമാണ്, ഇവർ നമ്മളെ കൊല്ലാൻ വന്നതാണ്, ഇവൻ എന്താണെന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതല്ലാതെ അവരുടെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. ഏലിയൻസ് നല്ലവരാണ് സുഹൃത്തുക്കളെ, പാവങ്ങളാണ്. അവർക്ക് വയ്യ. അവര് നമ്മൾ ഇവിടുന്ന് നമ്മൾ ചന്ദ്രനിലേക്കും മറ്റ് ഔട്ടർ സ്പേസിലേക്കൊക്കെ നമ്മൾ ആൾക്കാരെ അയക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പേടകങ്ങൾ അയക്കുമല്ലോ. എന്തിനാ? എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അതേപോലെ അവർ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോൾ ക്രാഷ് ലാൻഡായി ഭൂമി വീണ് പോയതാണ്. ഇവിടെ പാവങ്ങളാണ്, അല്ലാതെ അവര് ഭൂമി പിടിച്ചിറക്കാൻ വേണ്ടി വന്നതല്ല. ഏലിയൻ സീരീസ് സ്പീൽബർഗ് കണ്ടിട്ടില്ല. സിനോമോർഫിനെ കുറിച്ച് അറിയാത്തൊരു ലോകമാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള രസകരമായ മെസ്സേജിങ് ഇതിനകത്തുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് മറ്റേ ഹ്യൂഗോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. എല്ലാം ലീഡ് ചെയ്യുന്ന പുള്ളിയുടെ കഥയിലേക്കും, പിന്നെ മറ്റേ എമിലി ബ്ലണ്ടിന്റെ വീട് ക്രിയേറ്റ് ചെയ്യുക, ഒരു കാരണവശാലും എന്നെ ഒരു റിലീജിയസ് ഫിഗർ ആയിട്ട് കാണരുത്, അങ്ങനെ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ആണ്. പക്ഷെ ഇത് പടത്തിന്റെ പോയിന്റിങ്ങും അത് വരുന്ന എലമെന്റും ഒക്കെ ചിലപ്പോൾ കുറെ പേർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കും. ആ പോയിന്റ് ഒക്കെ എത്തുമ്പോൾ കുറച്ച് പേർക്ക് ഒരു ഇൻട്രസ്റ്റ്, എന്തോ പരിപാടി നടക്കുന്ന സംഭവമാണ്. പക്ഷെ അതൊക്കെ കുറച്ചധികം ടോക്കി ആയിപ്പോയി. ഈ പഴയ സ്പീൽബർഗ് പടത്തിന്റെ ഒരു വാവ് എലമെന്റ് കുറച്ച് കുറവായിരുന്നു. എന്നാലും പുള്ളി ഡയറക്റ്റ് ചെയ്ത് കുറച്ചധികം പരിപാടി, അതാണ് നമുക്ക് വളരെ സിമ്പിൾ സീനിലാണെങ്കിൽ പോലും കുറച്ചധികം പരിപാടികൾ പുള്ളി ചെയ്യുന്നു. സ്റ്റേജിങ്ങും നമ്മൾ എപ്പോഴും പറയുന്നത് എമിലി ബ്ലണ്ടിന്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരത്തെ ന്യൂസ് കാസ്റ്റർ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് കട്ടെന്ന് പറഞ്ഞാൽ സ്പീൽബർഗിയൻ കട്ടാണ്. അതായത് അതൊരു TV വിഷ്വലിലേക്ക് മറ്റേ സീരിയൽ വീഴുന്ന എന്നിട്ട് നമ്മൾ വിഷ്വൽ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ സീരിയൽ വീഴുക ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ. അപ്പോഴത്തേക്കും ക്യാമറ പയ്യെ പുൾ ബാക്ക് ചെയ്യുമ്പോഴത്തേക്കും സീരിയൽ ഇങ്ങനെ ഒരു ബൗളിലേക്ക് വീഴുക. അത് ബോയ് ഫ്രണ്ട് ആണ് ചെയ്യുന്നത്. അവള് തന്നെ തോന്നുന്നത് പുള്ളിക്കാരി ചെയ്യുന്നത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അതായത് ബോയ് ഫ്രണ്ടും പുള്ളിക്കാരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അവരുടെ മോർണിംഗ്. അതെ, അതിന്റെ ഡയറക്ഷൻ മാത്രം കണ്ടാൽ മതി. അത് പുള്ളിക്കാരത്തി ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പൊ അതിങ്ങനെ അതിനനുസരിച്ച് ക്യാമറ ചെയ്യുന്നതിന് ഡയറക്ഷൻ ഒക്കെ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ആ സീനിന്റെ സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നതാണ്. ഒരിടത്ത് വന്ന് ഇരിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് തന്നെ പറയും, ഒരു മിനിറ്റ് ഒന്ന് അടങ്ങിയിരിക്കുമോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ കിളി വന്നിട്ട്, അപ്പൊ പെട്ടെന്ന് എല്ലാം ഭയങ്കര സൈലന്റ് ആവുന്നു. ഈ കിളി വരുന്നു, കംപ്ലീറ്റ് സംഭവം ഷിഫ്റ്റ് ആവുന്നു. പുള്ളിക്കാരത്തി റഷ്യൻ സംസാരിച്ചു തുടങ്ങുന്നു. അത് കഴിഞ്ഞ് അവിടെയാണ് നമ്മൾ അതെന്താ പരിപാടി എന്നുള്ളൊരു സംഭവം നമുക്ക് ഹുക്കാവുന്നു. എനിക്ക് പടം ഓപ്പൺ ചെയ്ത സീക്വൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവനാണ് നായകൻ ഉള്ള സംഭവമില്ലേ, അത് എനിക്ക് അത്ര വർക്കായില്ല. കാരണം ഈ ക്യാരക്ടർ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഒന്നുകിൽ ആ ആക്ടർ വൈസ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നെങ്കിൽ കാസ്റ്റിംഗ് വൈസ് ഇൻട്രസ്റ്റിംഗ് ആക്കാവുന്ന പരിപാടിയാണ്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മറ്റേ ഇവൻ പുള്ളിക്കാരത്തിന്റെ നായകന്റെ ഗേൾഫ്രണ്ട് നണ്ണാണ്. അപ്പം ഇവൻ ഒരു സാധനം കട്ടുകൊണ്ട് വന്നിരിക്കുന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പൊ ഈ രണ്ട് ഇൻഫർമേഷനും ഓഡിയൻസ് അറിയത്തില്ല. അപ്പൊ ഇത് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് ഇല്ലേ, നീ എങ്ങനെയാണ് അത് ഇവനോട് പറഞ്ഞിട്ടില്ല, ഇവൾ കൊണ്ട് നണ്ണായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിവീൽ ചെയ്യുന്നതിലൂടെ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ റൈറ്റിംഗ് ഒരു പരിധി വരെ രസമാണ്. പക്ഷെ അത്
ആരും ശ്രദ്ധിക്കത്തില്ല. വേറൊരു സ്പീൽബർഗിയൻ പടമായിരുന്നു ഈ രണ്ട് ക്യാരക്ടേഴ്സും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ മറ്റേ ജുറാസിക് പാർക്കിലെ ഒരു സീനില്ലേ, ആ ലൈൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ ഒരു വർക്ക് ചെയ്തെടുക്കാനുള്ള രസമുള്ള സംഭവമുള്ള സീനായിരുന്നു. പക്ഷെ ഇതൊക്കെ മുങ്ങിപ്പോവും. ഞാനിത് കണ്ടുകൊണ്ട് വെച്ചാൽ ഇതിനകത്തൊരു രസകരമായ ഐഡിയ ഉണ്ടല്ലോ, പക്ഷെ അത് അത്ര ഇൻട്രസ്റ്റിംഗ് റൈറ്റിംഗ്. ഞാനിങ്ങനെ തുടങ്ങും പോലെ ഇവർ നണ്ണിൻ്റെ എലമെൻ്റ് പറഞ്ഞ് ഞാൻ വെച്ച് എന്തായിരിക്കും ഇത് ഇങ്ങനെ ഒരു പരിപാടി വന്നത്. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലായത് ഓക്കെ അപ്പോൾ ഈ എലമെൻറ്റുകളെ കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണിത്. അതുപോലെ മറ്റേ നമ്മുടെ ഈ വില്ലൻ ക്യാരക്ടർ, അതായത് നോവ എന്ന് പറഞ്ഞ ആള് ഇതിനകത്തൊരു ടെലിപ്പോർട്ടേഷൻ അങ്ങനെ പറയുന്നത്. അതായത് ബേസിക്കലി നമ്മുടെ മറ്റേ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അതെ അതെ അതെ, അതെന്താണ് എങ്ങനെയാണ് അതിന്റെ റൂൾസ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പുള്ളി കയ്യിലൊരു ഏലിയൻ ഒബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നത്, അത് പുള്ളി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പരിധി വരെ സ്പീൽബർഗ് പറയുന്നത് ഫെയ്ത്ത് വെച്ചിട്ട് ഫെയ്ത്തിനെ ഫുള്ളി ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, എന്നാലും പുള്ളിക്കാരത്തി കയ്യിൽ ഇത് വെച്ചിട്ടാണല്ലോ ഈ ഡൈവിങ് കുരിശ് വെച്ചിട്ടാണ് ഒരു പരിധി വരെ പുള്ളിക്കാരത്തി പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ടെന്ന് തോന്നി, ദൈവവിശ്വാസം എലമെന്റ്. അത് സാധാരണ കുറെ ഇംഗ്ലീഷ് കൊടുത്ത് ഇതിനെക്കുറിച്ച് കളിയാക്കുന്ന സീനുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനല്ലത്. ഫെയ്ത്ത് വെച്ചിട്ട് പുള്ളിക്കാരത്തി തിരിച്ചു വരുവാണ്, പുള്ളിക്കാരത്തി തിരിച്ച് ഫെയ്ത്തിലേക്ക് വരുവാണ് എന്നുള്ള ലൈനുണ്ട്. അപ്പൊ ആ സീൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി ഇവളുടെ ഫെയ്ത്ത് ആദ്യം നശിപ്പിക്കാൻ നോക്കുക, അത് നടക്കത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ പുള്ളി വേറെ ലൈൻ ഇങ്ങനെ ഒരു ഇൻട്രോഗേഷൻ പോലെ. ആ സീൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളിക്കാരത്തി കാറിലായിട്ട് ഇവൻ വിളിച്ച് ബാക്ക് ഡോർ വെക്കും. അപ്പോൾ പുള്ളിക്കാരത്തി മറ്റേ ലൈനിൽ ഇരുന്ന് മറ്റേ കത്തി അവിടെ ഒക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ബ്രേക്ക് ആയിട്ട് പിന്നെ ഒരു മണ്ടൻ സീനാണ്. അതിന് മുമ്പ് ഒരു മണ്ടൻ സീൻ ഉണ്ട്. മണ്ടൻ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവരെ പിടിക്കാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ആൾക്കാർ വന്നു. അവിടെ വളരെ ഓപ്പൺ ഉണ്ട് സ്പേസ്, ഒരുപാട് മറഞ്ഞു നിൽക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ നായകൻ ഇങ്ങനെ ഒളിച്ച് പാത്രം കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്കും എടാ ഇത് പട്ടപ്പകലിലെ ഇത്ര ആൾക്കാർ ചുറ്റും നിൽക്കാനത്ത് ഇങ്ങനെ ഒളിഞ്ഞു പറഞ്ഞൊക്കെ വരിക. അതും ടോപ്പ് ലെവൽ വാർഡെക്സിന്റെ മെയിൻ ആൾക്കാർ വന്നിരിക്കുക. എന്നിട്ട് വന്ന് അവരുടെ കാർ എടുത്തോണ്ട് നമ്മൾ ആ കാർ എടുക്കുന്നവരെ ഇവർ ബേസിക്കലി ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ടെക്നിക്ക്, അതായത് അപ്പൊ അതിന് സമയത്ത് തന്നെ ക്യാമറ ഷോർട്ട് വൈസ് നമ്മൾ പണ്ട സിനിമയിലുള്ള ഷോർട്ട് വൈസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാ ഇവനിൽ നിൽക്കുക, നമ്മൾ നോക്കുമ്പം സ്പേസ് ഭയങ്കര ചെറുതാണ്, ഇവനെ ആൾക്കാർ കാണത്തില്ല എന്ന് മനസ്സിലാകുന്ന പോലെ ഒരുപാട് വൈഡ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ടെറൈൻ കംപ്ലീറ്റ്ലി കിട്ടുമല്ലോ. ഇവന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വന്നാണ് ഈ വൈഡ് ഇതിലേക്ക് മാറുന്നത്. പക്ഷെ അതിന് മുമ്പ് ഇവൻ ഈ കാറിലടുത്തേക്ക് വരുന്നില്ല, അത് കംപ്ലീറ്റ് ഒരു ഡ്രോൺ ഷോട്ട്. അത് ഈ പറയുന്ന വണ്ണർ പോലെ മൾട്ടിപ്പിൾ, അതായത് ക്ലോസപ്പ്, മിഡ്, മറ്റേ എയറിന്ന് അങ്ങനെ ആ സാധനം അല്ല. അത് ഇപ്പൊ നമ്മൾ ക്രെയിൻ ഷോട്ടിന് പകരം ഡ്രോൺ ഷോട്ട് യൂസ് ചെയ്ത പോലെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് എത്ര ഷോട്ടാണ് ആ ഒരൊറ്റ ഷോട്ടിൽ കമ്പൈൻ ചെയ്യുന്നത്, കറങ്ങി തിരിഞ്ഞതിന്റെ നമ്മൾ കട്ട് ഷോട്ട്സ് പോകുന്നതിന് പകരം ഈ എല്ലാ ആംഗിൾസും ഇതിനകത്ത് കവർ ചെയ്ത് ഇവന്റെ പോയിന്റ് എ ടു പോയിന്റ് ബി, ആ കാറിനടുത്ത് എത്തുന്ന വരെയുള്ള സാധനം കംപ്ലീറ്റ് മൾട്ടിപ്പിൾ സാധനം, അത് ഓവർ ദ ഷോൾഡർ എല്ലാം ഇതിനകത്ത് ഒരു സിംഗിൾ ഡ്രോൺ ഷോട്ടിൽ കവർ ചെയ്ത് ഫിൽം മേക്കിംഗ് കൊള്ളാം. അതാണ് പരിപാടി. അതെ, സീൻ മണ്ടത്തര. അതിന്റെ ലോജിക് വൈസ് നമ്മൾ ആലോചിക്കുന്നത് ഇത് വളരെ അവർക്ക് ഈസി ആയിട്ട് ഇവരെ കണ്ടുപിടിക്കാമല്ലോ, കാണാമല്ലോ. അത് മൾട്ടിപ്പിൾ പോയിന്റ്സിലുണ്ട്. ഇവ ഇനിഷ്യലി തുടക്കം തന്നെ ആക്ച്വലി പിടിച്ചിട്ട് പിന്നെ വിട്ടിട്ട് ആ സീക്വൻസ് തന്നെ ചേസ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് വണ്ടി മറിക്കുമല്ലോ, എന്നിട്ട് പാറ പുറകിൽ മറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ അത് ബേസിക്കലി നമ്മള് ഈ ഇതുപോലൊരു ഫിലിം മേക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്നത്. അല്ല നമുക്കൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലേ, നമ്മൾ ഇന്ത്യൻ പടത്തിലൊക്കെ ഒരുപാട് കണ്ടുള്ള സാധനമാണ്. ഉറപ്പുവരുന്നതായിരിക്കും, എനിക്കറിയില്ല. ഇത്രയും ഗംഭീര ആളുകളാണ് അവിടുന്ന് വരുന്നത്. അവരുടനെ നമുക്ക് 3-4 പേരെ കണ്ടുപിടിക്കാൻ വേണം, കാരണം അവരെന്തായാലും അവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇവരെന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നത്? അങ്ങനെ കുറച്ച് ഇനിഷ്യലി തന്നെ നമ്മൾ മറ്റേ ഇവരെ രണ്ടുപേരും പിടിച്ച് കഴിഞ്ഞിട്ട് ചേസ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അതായത് നായകനെയും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടെ പിടിച്ചിട്ട് അവൻ ആ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഇവരെ ഒന്ന് ഭയപ്പെടുത്തി, മറ്റേ ഗില്ലി സീൻ പോലെ ഇവരെ നായകം കൊണ്ട് ഇവരവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്നു. വില്ലനും ആൾക്കാരോടെ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുക, വോട്ടാ വില്ല് എന്നുള്ളതേ. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിൻ്റെ സബ് ടെക്സ്റ്റ് ഭയങ്കരമായിട്ട് ഇവരെ അങ്ങ് ഹൈയിൽ കൊണ്ടെത്തും, എന്നിട്ട് ഇതിൻ്റെ മേളിൽ മണ്ടത്തിൽ എഴുതി വെക്കും. എങ്ങനെയെങ്കിലും ഈ സബ് ടെക്സ്റ്റ് A to B എത്തിയാൽ മതി. പക്ഷേ സബ് ടെക്സ്റ്റ് ക്ലീൻ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മേലുള്ള പരിപാടി കംപ്ലീറ്റ് കുറച്ചധികം സിനിമകൾ നമുക്കിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഹൈ എന്ന് പറയുന്നത് അതിലാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെസ്സേജ് ഭയങ്കര രസകരമായ പരിപാടിയാണ്. അത് ഇപ്പൊ ഈ സ്പീൽബർഗിന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടും അതുമായിട്ട് അതുകൊണ്ടാണ് തോന്നുന്നു. അത് പണ്ടായിരുന്ന പുള്ളിക്കാരന് ഈ സിനിമ മേളിലുള്ള ലെയർ ഉണ്ടല്ലോ അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെ, അത് ഒന്നുമില്ല. ഞാൻ കൊച്ചിലെ ഈ ജുറാസിക് പാർക്ക് നമ്മൾ പീക്ക് സിനിമയായിട്ട് കണക്കാക്കുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ജുറാസിക് പാർക്ക്. അതിനകത്ത് ഇവർ 5 പേരും 5-6 പേരിരുന്ന് സംസാരിക്കുന്നു. ഈ സിനിമയുടെ
മൊറാലിറ്റിയും പരിപാടികളും ഇത് ചെയ്യണോ വേണ്ടയോ. ഇപ്പോൾ ഈ എയുടെ കേസ് പോലും എടുത്താൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് സയൻറ്റിസ്റ്റുകൾ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ ഭയങ്കര പുഷ് നടക്കുവാണ്. പക്ഷേ ഒരു പോയിന്റിലും ചിന്തിക്കുന്നില്ല ഇത് നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന പോലത്തെ സംഗതിയാണ് അവരതിനകത്ത് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുപോലെ സീനുകൾ പിന്നെയുള്ള ഈ പടത്തിൽ വേണേ വെക്കായിരുന്നു. അതുപോലുള്ള ഐഡിയാസാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള സീൻ പിന്നീട് ഉണ്ടാവുന്നില്ല. അതിനകത്ത് ഡയറക്റ്റ് ചർച്ച ചെയ്യുവാണെങ്കിൽ പോലും എല്ലാവരും ഇരുന്നൊരു സ്ഥലത്ത്, നമ്മൾ ഈ പറയുന്ന ഇരുന്നൊരു സ്ഥലത്ത് ചർച്ച വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതാ പറഞ്ഞത്, നമുക്കത് ഇരുന്ന് വേണ്ടെന്നുള്ള അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് കൊച്ചിലെ ഓടിച്ചു വിട്ടിരുന്ന സീനാണ് ഡൈനോസർ വരട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. പക്ഷേ ഇപ്പം ഡൈനോസറിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം ആ സീനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അതുപോലൊരു സാധനം എങ്ങനെ ഒരു റൈറ്റിംഗ് ഒരു കോൺവെർസേഷൻ പീസ് എങ്ങനെ അങ്ങനെ എഴുതാം എന്നാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഈ ലൈൻ സിനിമകൾ കുറച്ചുണ്ട്. ഈ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ നമ്മുടെ ഈ ഹ്യൂമൻ സെൻസസിന് മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ 5 സെൻസസ് വെച്ചാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലതീതമായ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ മതങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. നമ്മളിതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനൊരു ടോക്കുണ്ട്. ഈ പാറ്റേൺസ്, ഇതിൻ്റെ ലാംഗ്വേജാണ് കണക്ക്, മാത്സ് ഫോർമുലാസൊക്കെ വെച്ചിട്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമുള്ള സാധനം ഇങ്ങനെ അറിയാൻ പറ്റും. ഈ ഞാൻ ഒരു സമയത്ത് എനിക്ക് എഴുതണമെന്ന് എന്തെങ്കിലും വെറൈറ്റി പരിപാടി സയൻസ് ഫിക്ഷനിൽ ചെയ്യണമെന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസീസ്, സൗണ്ടും ഫ്രീക്വൻസിയും വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യൻ ടെമ്പിൾസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിന് ഈ ഭക്തിയും ഈ പറയുന്ന പോലെ എനിക്ക് കണക്ക് പരീക്ഷയിൽ 100ൽ 100 കിട്ടണം, കാറ് കിട്ടണം എന്നുള്ള ലൈനിൽ പ്രാർത്ഥന, ഭക്തി, ഈ ലൈൻ അല്ലാതെ ഒരു ഇൻഫർമേഷൻ അക്യുമുലേഷൻ പോയിന്റ് പോലെ ടെമ്പിളുകളെ ട്രീറ്റ് ചെയ്ത് തരുന്നൊരു സമയമുണ്ട്. അതിന് തെളിവുകളും ഉണ്ടെന്ന് പറയുന്നൊരു, നമ്മളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ഫിൽം മേക്കറെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനാണ്. അപ്പം ഞാനിത് കളക്ട് ചെയ്യുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിൽ സംസാരിക്കുന്നൊരു സംഭവമാണ് ഈ ഫ്രീക്വൻസികളെ കുറിച്ചുമൊക്കെ. അത് ഈ ഫ്രീക്വൻസികളുടെ ഫിസിക്കൽ ഫോം. ഇപ്പോൾ പല ടെമ്പിളുകളുടെ ഈ തൂണുകൾക്കൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അതിൽ നിന്ന് ഇതിനെ ഡീകോഡ് ചെയ്ത് സൗണ്ട് ആക്കി എടുക്കാം എന്ന് പറയുന്ന പോലെ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇതിനകത്ത് ഇടയ്ക്ക് ഇവൻ്റെ ഫോർമുല കാണിക്കുന്നില്ലേ, അത് ബേസിക്കലി നമ്മൾ AI ഇപ്പം നമ്മുടെ ഫോർമുലയാണോ മറ്റേ ആ സിമ്പിളാണ് എന്തായിരുന്നു അത്? അല്ലല്ല, ഒരു ആ സിമ്പിളുണ്ട്. ഈ ഏലിയൻസ് ഇവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോർമുല സംഗതികളൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ AI കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതൊരു ഫോർമുലയാണ്. ഈ സൗണ്ട് ഫ്രീക്വൻസീസ് എടുത്തിട്ട് കമ്പ്യൂട്ടർ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ എന്ന് പറയുന്ന പോലെ അതുപോലെ ഒരു സംഭവമാണല്ലോ ഏലിയൻ സൗണ്ട് കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷ് ആക്കുന്നു എന്ന് പറയുന്നതും അത്ര ഔട്ട് ഓഫ് ഓർഡിനറി അല്ല. ഒരു സയൻസ് ഫിക്ഷൻ അകത്ത് നിർത്താവുന്ന പരിപാടികളാണ്. അതിനെ നമുക്ക് ലാംഗ്വേജ്, കണക്ക് ഇതിലൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കാം. ഇപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പോലും പറയുന്നത് നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഭാഷയിൽ നിന്ന് നമുക്ക് ചിന്ത, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ബേസിക്കലി അതിൻ്റെ ഒരു സോഷ്യൽ വേർഷനാണ്. അതായത് നമ്മളെ ഭാഷ കോൺസ്റ്റൻ്റ്ലി മാറ്റിക്കൊണ്ടിരുന്നത് നമ്മുടെ മനുഷ്യരുടെ ചിന്തയും മാറ്റിയെടുത്ത് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാം. ആ ലൈനൊരു തോട്ട് പ്രോസസ്സാണ് എന്ന് പറയുന്ന പോലെ. ഈ അവക്ക് കൊടുത്തേക്കുന്നത് ഭൂമിയിലെ എല്ലാ ഭാഷയും ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അവന് യൂണിവേഴ്സിൻ്റെ തന്നെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ. അപ്പം നമുക്ക് അപ്പം ഇത് വളരെ കോമൺ ഐഡിയാസ് ആണ്. ഇപ്പോൾ ഈ പുള്ളി റിസർച്ച് ചെയ്തപ്പോൾ നമ്മളിവിടെ ഫ്രീക്വൻസീസ് ഒക്കെ ഇല്ല, അതുപോലൊരു സംഗതിയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. മറ്റേ ആ ന്യൂസ് വായിക്കും ടക്ക് 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 ആ സാധനമില്ല, അത് ഏലിയൻ ലാംഗ്വേജ് ആണ്. അവര് നമ്മൾ മറ്റേ മോഴ്സ് കോഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയെ എടുത്തിട്ട് ചില വേരിയേഷൻസ് ഫ്രീക്വൻസീസ് വരുത്തിയാൽ അവിടെ എത്തുമെന്നാണ് പറയുന്നത്. ഇതിപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷേ സ്പിൽബർഗ് പടമായതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അന്വേഷിച്ച് പോയാൽ ഇതൊക്കെ കിട്ടുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ സിനിമയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ സിനിമ സ്പോയിലർ ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഒരു റിസർച്ച് നടത്തിക്കഴിഞ്ഞ് സിനിമയ്ക്കകത്ത് എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ടതിന് ശേഷം കയറുവാണെങ്കിൽ കുറെ കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ്. നമ്മൾ അങ്ങനെയല്ല കയറിയത്, ഞാൻ പടം കഴിഞ്ഞ് വന്നതിന് ശേഷം മൾട്ടിപ്പിൾ എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ടിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനകത്തുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനെയൊക്കെ ഒരു സിനിമ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതായത് സ്ക്രീൻ പ്ലേ
ഈ സിനിമ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് സിനിമ ചെയ്യുമ്പോൾ ചുമ്മാ 2 ക്യാരക്ടേഴ്സ് ഇരുന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. സ്ക്രീൻ പ്ലേയിൽ വിഷ്വൽ ലാംഗ്വേജിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അത് ഈ പടത്തിലില്ല. ആ ഒരു എഫേർട്ടിലേക്ക് സ്ക്രീൻ പ്ലേ വളർന്നിട്ടില്ല. പണ്ട് സ്പിൽബർഗ് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സാമ്പിളാണ് അറൈവൽ. അറൈവൽ അതാ ഞാൻ അതിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ലൈൻ ഓഫ് മെസ്സേജിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ 2 തവണ എന്താ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്ത പടമാണ് അറൈവൽ. അതിൻ്റെ ഡയറക്ഷൻ ആയാലും അതിൻ്റെ ഈ മെസ്സേജിങ്ങിൻ്റെ അതിലും പുള്ളിക്കാരത്തിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ പുള്ളിക്കാരെ വിളിക്കുന്നത് തന്നെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ കാണിക്കുന്ന സിമ്പിൾസിൽ നിന്ന് എന്താണ് അവർ പറയുന്നതെന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഈ ഏലിയൻസ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇപ്പം US-നെ ബേസ് ചെയ്താണ് ഇത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർ മെക്സിക്കൻസിനെയൊക്കെ ഏലിയൻസ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാത്ത അന്യ നാട്ടിൽ നിന്ന് വന്നവരെ ഏലിയൻസ് എന്നൊരു ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലും ഒരു പരിധി വരെ ഉപയോഗിക്കാവുന്ന കുറച്ച് സംഭവങ്ങൾ സമാനമായ സംഭവങ്ങൾ വരുത്തൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, അതാണ് സംഭവം. അതെ. അപ്പൊ അതിന്റെ വേറൊരു ഭാഷയാണ് ഏലിയൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ ഏലിയൻ പടം അല്ല ഇത്. ഏലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാത്തൊരു കൾച്ചർ, നമുക്കറിയാത്തൊരു അതിനെ എങ്ങനെ നമുക്ക് സമീപിക്കാം എന്നുള്ളത് അവരെ കേൾക്കുക, മനുഷ്യരെ പറ്റിയും കൂടെയാണ് സംഭവം. അവരെ കേൾക്കുക, അവരെ എംപത്തറ്റിക്കലി അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളു മനസ്സിലായാൽ എല്ലാം സെയിം ആണ്, സെയിം ടു സെയിം. യുദ്ധത്തിലൂടെ അല്ലാതെ പ്രശ്നങ്ങളില്ല, World War 3 അല്ലാതെ ശാന്തസുന്ദരമായ ഒരു ലോകം. പ്രശാന്ത സുന്ദരം. അതാണ് സ്പീൽബർഗ് കണ്ട കിനാശേരി. അതെ. മറ്റേ ഞാൻ ഇന്നലെ ഈ എക്സ്പ്ലനേഷൻ സീനി കണ്ടപ്പോൾ ഈ മനുഷ്യരുടെ സിൻസിന് വേണ്ടി ജീസസ് ക്രൂസിഫൈ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതോടുകൂടി സിൻസ് ഇല്ലാതായി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഇപ്പം നോവ എന്ന് പുള്ളിക്ക് പേരിട്ട് എന്താന്ന് ഞാൻ സിനിമ ത്രൂ ഔട്ട് കാണുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, ചുമ്മാ ഇട്ട പേരാണോ എന്നുള്ള. പക്ഷെ അത് ഇപ്പോഴും എനിക്ക് ക്ലാരിറ്റി ഇല്ല. ബട്ട് പുള്ളിയുടെ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല അവളുടെ മേൽ ഒരു പോയിന്റ് വരെ. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതും ഈ ക്രൂസിഫിക്ഷൻ പോലെ കത്തി കൈ കയറ്റിയ. അപ്പോൾ അത് ആ കണക്ഷൻ ആണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ സീൻ കണ്ടപ്പോൾ അത് രസകരമായിട്ട് തോന്നി. ബട്ട് അത് നമുക്ക് പടം കാണുമ്പോഴത്തേക്ക് അത്ര അത് ബ്രേക്കായോ നമുക്ക് അറിയത്തില്ല. ഞാൻ ഈ പടം കൊണ്ടുവരുമ്പോൾ ഇവൻ ഈ കംപ്ലീറ്റ് ഡേറ്റ അവളുടെ കൊടുത്താൽ വിടുന്നത്. പക്ഷേ അവൾ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇത് പുള്ളിക്കാരത്ത് പക്ഷേ നോവയുടെ ഗ്രിപ്പിലുള്ളൊരു വ്യക്തിയാണല്ലോ എന്നിങ്ങനെ അപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ നോവയ്ക്ക് ഇപ്പോൾ ഈസി ആയിട്ട് എല്ലാം കിട്ടേണ്ട സാധനം കൈ കിട്ടിയതുപോലെ ആയിപ്പോയി. ബട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ അല്ലാതെ വേറൊരു എക്സ്പ്ലനേഷൻ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയില്ലായിരുന്നു കണ്ടോണ്ടിരുന്നത്. കാറിൽ വെച്ചിട്ട് സ്വന്തം കയ്യിൽ കയറ്റുമ്പോഴാണ് അതോടുകൂടി ഇതിന്ന് ബ്രേക്കായി, ആ കണക്ഷൻ ബ്രേക്കായി എന്നുള്ളൊരു അതിൻ്റെ ഒരു പ്രോമിനൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ കണക്ഷൻ വരുത്തുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ഇത് ഇങ്ങനൊരു ഇത് ബിബ്ലിക്കൽ റെഫറൻസുകൾ ഉണ്ട് എന്ന് ചിന്തിക്കാതെ ഒരാളാണെങ്കിൽ എന്തോ കാണിക്കുന്നത് തോന്നുന്നു. കാരണം സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ആ കുത്തുന്നതിന് മുമ്പ് മറ്റേ ആ കുരിശ് കയ്യിൽ വെച്ചിട്ട് യേശുവിന്റെ ഒരു രൂപമാണ് കയ്യിൽ വരുന്നത്. എന്നിട്ട് അതേലാണ് ഈ കുത്തുന്നത്. അപ്പം ചിലപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ കണക്ഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നായിരിക്കും. ഭയങ്കര വലിയ വലിയ അർത്ഥങ്ങളാണ് ഇതിനൊക്കെ. അർത്ഥങ്ങളാണ്. പക്ഷെ അത് ഇതിന്റെ റിവ്യൂസ് പലരുടെയും കേട്ടിട്ട് പലരും ഈ ലൈനിൽ അല്ലായിരിക്കും ചിന്തിച്ചിരിക്കുക. അതായത് സിനിമ ഓരോരുത്തരും കാണുന്ന രീതി വ്യത്യസ്തമാണല്ലോ. അപ്പം അതനുസരിച്ചിട്ട് ആ റിവ്യൂസിനെയും അങ്ങനെ ബാധിക്കും. അത് പണ്ട് ഞാൻ കണ്ടൊരു സിനിമയുടെ എലമെന്റ് ഉണ്ട്, ദി ഫോർത്ത് കൈൻഡ് എന്ന് പറഞ്ഞിട്ട്. പടം ഒരു ലോക്കൽ പടം ഫീലാണ്. പക്ഷെ അതിനകത്തെ ഐഡിയാസ്, ആ പടത്തിൻ്റെ പിന്നണിയിലൊരു സംഭവമുണ്ട്. അതറിയാതെ ഇപ്പം നീ നേരിട്ട് പോയി ആ ഫോർത്ത് കൈൻഡ് എടുക്കുവാണെങ്കിൽ ഒരു ബി ഗ്രേഡ് പടം, അതായത് ആക്ടിങ് ടെക്നിക്കാലിറ്റി ഒക്കെ കുറച്ച് ലോ ആയിട്ടുള്ള, പക്ഷേ നിനക്ക് അതിൽ നിന്നൊരു ഒരു സാധനം കിട്ടും, നല്ല കുറച്ച് ഐഡിയാസ് കിട്ടും. ഫൈനൽ ഫിലിം ഗംഭീരമാണെന്നല്ല ഞാൻ പറയുന്നത്. ദി ഫോർത്ത് കൈൻഡ് എന്ന പടം മില യോവോവിച്ചിൻ്റെ പടമാണ്. അതിനകത്തൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സിമിലർ പരിപാടിയാണ്. അതായത് അതിനകത്തും ഒരു ഡോക്ടർ സൈക്കാട്രിസ്റ്റ്, ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു പറ്റം പേഷ്യൻസ് രാത്രി ഉറക്കമില്ല എനിക്ക് പറയുന്ന എന്തെങ്കിലും പ്രത്യേകത ഉറക്കമില്ലാത്ത രാത്രിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എപ്പോഴും പുറത്തൊരു മരത്തിലൊരു ഔളിനെ കാണുമെന്ന് പറയും. ബേസിക്കലി ഏലിയൻസ് ഈ ഷേപ്പ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇവരെയൊക്കെ അബ്ഡക്റ്റ് ചെയ്തത്, അതായത് ഫസ്റ്റ് കൈൻഡ് ഏലിയൻ എൻകൗണ്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആണ് ഈ ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ്, ഫോർത്ത് കൈൻഡ് എന്ന് പറഞ്ഞാൽ. ഫോർത്ത് കൈൻഡ് എന്ന് പറഞ്ഞാൽ അബ്ഡക്ഷനാണ്. അബ്ഡക്റ്റ് ചെയ്തിട്ട് എന്തോ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അവരുടെ ഫൈനൽ ഇപ്പം അവരുടെ ഓർമ്മയിൽ ഈ ഒരു ഔള് നോക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ അവരുടെ തലയിൽ. ആ സംഭവമാണ്. അപ്പോൾ അതുപോലൊരു വേർഷൻ ഇതിനകത്തുണ്ടല്ലോ. അതായത്
ഏലിയൻസ് ഈ മൃഗങ്ങളുടെ ഫോമാറ്റ് എടുത്ത് വരുന്ന പോലെ, അതായത് ഈ കൊച്ചിനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ പേടിയോടെ ഇരിക്കുമ്പോഴത്തേക്ക് പറയും ഇത് അവരാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഹ്യൂഗോ പറയുന്നുണ്ടല്ലോ ആ സമയത്ത്. ഇച്ചിരി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടി. മറ്റേതിനകത്ത് ഏലിയൻസ് ദുഷ്ടന്മാരാണ്, ഇതിനകത്ത് നല്ലതായതുകൊണ്ട് വലിയ സീനില്ല. അപ്പം ഞാൻ ആ പടം ചുമ്മാ ഒരു റെഫറൻസ്, സിമിലർ കോൺസെപ്റ്റുകളാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദ ഫോർത്ത് കൈൻഡ് കണ്ടു നോക്കും. ഞാനും കണ്ടിട്ടില്ല. അതിന്റെ പിന്നണിയിലുള്ള പടം കണ്ടിട്ട് അതിന്റെ പിന്നണിയിൽ എന്താണ് ആ പടത്തിന്റെ സത്യം എന്ന് മനസ്സിലാക്കാനുള്ള അത്ര എനിക്ക് ഡ്രാസ്റ്റിക്. ഞാൻ പണ്ട് കണ്ടതാണ്, അപ്പം പടം കണ്ടപ്പോൾ ഇത് ഞാൻ ഞെട്ടി. എന്നിട്ട് അതിന്റെ പിന്നണിയെക്കുറിച്ച് അറിയുമ്പോൾ അയ്യേ എന്നായിപ്പോയി. അതുകൊണ്ട് ആദ്യം പടം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, എന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആ പടത്തിൽ തോന്നുവാണെങ്കിൽ പിന്നെ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോവുക. അപ്പം ഞെട്ടും. രണ്ട് ഞെട്ടല്ല. അപ്പോൾ സ്പിൽബർഗിന്റെ സിനിമകൾ തിയേറ്ററിൽ കാണാൻ അവസരമുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഈ പുതിയ കുട്ടികൾക്ക് സ്പിൽബർഗ്, ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ പഴയ, എനിക്ക് തോന്നുന്നു കുറേ പടങ്ങൾ വന്നിട്ടും കാണാൻ പറ്റിയിട്ടില്ല. അതായത് ഇംഗ്ലീഷ് പടങ്ങൾ നമുക്കിവിടെ റിലീസ് തന്നെ വളരെ കുറവാണ്. ഈ ഡിസ്ക്ലോഷർ ഡേ തന്നെ ആലപ്പുഴ റിലീസാകുന്ന തന്നെ വളരെ അത്ഭുതമായിരുന്നു എനിക്ക്. യൂഷ്വലി ഞാൻ വിചാരിച്ചത് കൊച്ചി പോയി കാണേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇതിവിടെ റിലീസായി, അതുകൊണ്ട് നമ്മൾ പോയി കണ്ടതാണ്. ഇല്ലെങ്കിൽ കൊച്ചി വരെ പോയി കാണണം. അത് ചിലപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം അല്ലേ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ റിലീസുകൾ, ഇംഗ്ലീഷ് പടങ്ങളുടെ റിലീസുകൾ വളരെ കുറവായതുകൊണ്ടാണ് ഈ പുള്ളിയുടെ ഇതുവരെ ഒരു പടം എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ അവസരം കിട്ടാഞ്ഞത്. അത് കഴിഞ്ഞ് പുള്ളി ലാസ്റ്റ് ഇറങ്ങിയ ഫേബിൾമാൻ പോലത്തെ പടങ്ങളൊക്കെ ആയിരുന്നു. ഫേബിൾമാൻ പുള്ളിയുടെ നമ്മുടെ അഭിനയസുന്ദരന്റെ മോളിവുഡ് ടൈംസ് പോലെ പുള്ളിയുടെ ഒരു ചെറിയ ബയോപിക്. പിന്നെ ഇപ്പം സ്പിൽബർഗിയൻ സിനിമകൾ, അതായത് പുള്ളിയുടെ ഡയറക്ടോറിയൽ സ്റ്റൈല്, പടം എങ്ങനെ ആയാലും പുള്ളിയുടെ ഡയറക്ടോറിയൽ സ്റ്റൈൽ ആസ്വദിക്കും. ഇപ്പം മറ്റേ സ്ക്രീനിനകത്ത് ഇഷ്ടംപോലെ ലൈറ്റ് സോഴ്സുകൾ, മറ്റേ റിഫ്ലക്ഷൻ ഷോട്ടുകളൊക്കെ ഇല്ല, മൈനോറിറ്റി റിപ്പോർട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനകത്തും ഉണ്ട്. മറ്റേ ഫസ്റ്റ് ഹ്യൂഗോയുടെ ഇൻട്രോഡക്ഷൻ ഒക്കെ മറ്റേ ഒരു ഡോർ അടയുമ്പോൾ അങ്ങനെ കുറച്ചധികം രസകരമായ മറ്റേ ഒരുപാട് ലെയർ ചെയ്യുന്നു ഒരു ഫ്രെയിമിനകത്ത്. അതായത് സ്റ്റേജിങ് ആൻഡ് ബ്ലോക്കിംഗ്, അതാണ് മേജർ സംഭവം. ഒരു ഷോട്ട് എവിടെ തുടങ്ങി എവിടെ തീരണം, പിന്നെ ഒരു വളരെ നോർമലായിട്ടുള്ള ഡയലോഗ് ആണെങ്കിൽ പോലും അതിനകത്ത് ക്യാമറ വർക്കിൽ എന്തെങ്കിലും പരിപാടികൾ ചെയ്യണം, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഫിലിം മേക്കിംഗ് കണ്ട് ആസ്വദിക്കാം. ഫിലിം മേക്കിംഗ് കണ്ട് ആസ്വദിക്കാം. സിനിമയിൽ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, ട്രെയിൻ മറ്റേ ആ കാറ് കൊണ്ടുപോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അതും നമ്മൾ കുറേ പടത്തിൽ ഈ സിമിലർ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അത് സ്പിൽബർഗ് ആ പുറകിൽ നിന്ന് വന്ന് കാറ് വന്ന് ഇടിക്കുന്ന സീക്വൻസും അതിനകത്തൊരു അത് കുറച്ചൊരു ബെറ്റർ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഒരു ആക്ഷൻ മൂവി കട്ടല്ലത്, അത് കുറച്ചുകൂടി ഈ പടത്തിന്റെ ലൈനിലുള്ളൊരു വേറൊരു ലൈനാണ്. അപ്പോൾ അത് രസമുണ്ടായിരുന്നു അതൊരു വേറൊരു പരിപാടി ചെയ്യുന്നത്. ആ മറ്റേ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിൻ്റെ ആ പുള്ളിയുടെ ഒരു കട്ടൊക്കെ ഉണ്ട്, പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ കാണാൻ പറ്റും. അയ്യോ ഞാൻ ഇടിക്കാൻ പോവാണല്ലോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഡിസ്ക്ലോഷർ ഡേ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. എന്നിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഹൈപ്പ് ചെയ്യേണ്ടവർ ഹൈപ്പ് ചെയ്യണം. അപ്പം അതുപോലെ തന്നെ നല്ലൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ഒരു ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ ആയവർക്ക് ആ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ കിട്ടിയേക്കും.